അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് കൗച്ചിങ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എംബ്രോയ്ഡറിയാണ് കൗച്ചിങ് സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു ഫ്ലവർ ആക്കി എടുക്കും കേട്ടോ, അത് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമുക്കൊരു വെള്ളം എടുക്കുക, എന്നിട്ട് ഇങ്ങനെ 4-5 വര ഇതുപോലെ വരച്ച് കൊടുക്കുക. പിന്നെ ഇതും നമുക്കിങ്ങനെ ചെയ്യാം. ഇതൊരു കമ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട നൂല് തന്നെയാണ്. നൂലിൻ്റെ അറ്റം നമ്മൾ കെട്ടിട്ടിക്കണ്, പിന്നെ നൂല് കോർത്തിക്കണ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു ലൈനിൽ കൂടിയാണ് ആദ്യം നമ്മൾ വരക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കുത്തി പൊക്കുക സൂചി, എന്നിട്ട് നേരെ ഇതിൻ്റെ അറ്റത്ത് ചെന്നുകൊണ്ട് കുത്തി താഴ്ത്തുക. ഇനി ഇതുപോലെ ഇതെല്ലാം കൂടി ചെയ്യാം കേട്ടോ. ശേഷം നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനെ വന്നു, ഫുള്ളായിട്ടില്ല കേട്ടോ നമ്മളിത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കളറിലൊരു നൂലാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. സാധാ ചെയ്യണ പോലെ അറ്റത്ത് കെട്ടിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു ലൈന് എടുക്കുക. ആ ലൈനിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് നമ്മൾ സൂചി ഒന്ന് കുത്തിപ്പൊക്കുക. ലൈനിനെ നന്നായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് വേണ്ട കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഈ ലൈനിനെ കവർ ചെയ്തെങ്ങാണ്ട് അതേ നമ്മൾ എവിടെയാണോ മുകളിൽ കുത്തിപ്പൊക്കിയത് അതേ സ്ഥാനത്ത്, അഥവാ താഴത്തേക്ക് അതേ സ്ഥാനത്തേക്ക് തന്നെ കുത്തി ഇറക്കുക കേട്ടോ. നമ്മൾ ലൈനിനോട് ചാരിങ്ങാണ്ട് കുത്തിപ്പൊക്കുക, എന്നിട്ട് അതേ നേരത്തെ തന്നെ താഴത്തേക്കും അതേ നന്നായിട്ട് ചാരിങ്ങാണ്ട് തന്നെ, അതായത് നമ്മൾ ഈ ലൈനിനോട് അറ്റാച്ച് ചെയ്തെങ്ങാണ്ട് തന്നെ കുത്തി ഇറക്കുക. അപ്പോൾ നമുക്ക് ഈ ലൈനിനെ നമ്മൾ ഒന്ന് കവർ ചെയ്ത പോലെ, അഥവാ കെട്ടിട്ട പോലെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഇതാണ് കൗച്ചിങ് സ്റ്റിച്ചായിട്ട് വരുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് ഓരോ ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമുക്ക് ഡിസ്റ്റൻസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. നമുക്ക് ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ഇതെല്ലാം കൂടി ഇതുപോലെ തന്നെ ചെയ്ത് നമ്മൾ നമ്മൾ ചെയ്തെല്ലാത്തിനും ചെയ്തിട്ടോ. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതെവിടെയാണോ എടുത്തിട്ടുള്ളത് അതേ സ്ഥാനത്ത് താഴത്തേക്കും കുത്തി ഇറക്കണം. നമ്മളൊരു കെട്ടിട്ട പോലെ കേട്ടോ. പരമാവധി അടുപ്പിച്ച് തന്നെ ഇത് കുത്തുക. ഇവിടെ ഉള്ളത് കുറച്ചുകൂടി ഇങ്ങനെ അടുപ്പിച്ചിട്ട് കുത്തുക. അപ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്കിത് റൗണ്ടിന് നമുക്ക് നല്ല ബാക്ക് സ്റ്റിച്ച് ചെയ്തില്ലേ, അതോ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റിച്ചോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇതൊന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. അതുപോലെ ഇതൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു കറുപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കെട്ടിട്ട് കൊടുത്തിട്ടില്ല. നീ കെട്ടിട്ടുണ്ടെങ്കിൽ കെട്ടിടാൻ നമുക്ക് വേറെ കളറാക്കണമെങ്കിൽ വേറെ കളറാക്കും ചെയ്യാം. ഞാൻ അവിടെ റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൂചി കുത്തിപ്പൊക്കിയിട്ടുണ്ട്, എന്നിട്ട് താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇങ്ങനെ പിന്നെയും സൂചി കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് കുത്തി പൊക്കിയിട്ടുണ്ട്. പിന്നെ ആ ഡിസ്റ്റൻസിലിട്ടിട്ട് താഴ്ത്തിയിട്ടുണ്ട്. നമ്മൾ നോർമലൊരു സ്റ്റിച്ച് ചെയ്യണ മാതിരിയാണ് കേട്ടോ. പിന്നെ ഡിസ്റ്റൻസൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇടേണ്ടതൊക്കെ. സ്റ്റിച്ചിൻ്റെ വലുപ്പമൊക്കെ കൂട്ടേണ്ടതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ചെയ്തു തരാം. അപ്പം നമ്മൾ അവസാനത്തെ വ്യൂ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മോഡലൊക്കെ ചിത്രം വരയ്ക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് കാണിച്ചിട്ടുള്ളത്. നമുക്കാണെങ്കിൽ ഇതിൽ കൂടി ഒക്കെ ആക്കിയാണ്ടൊക്കെ ചെയ്യാം. ഇതാണ് നമ്മളെ കൗച്ചിങ് സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.